മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മുൻപൊന്നുമില്ലാത്ത വിധം കടുത്ത യുദ്ധമുഖത്തേക്ക് നീങ്ങിക്കൊണ്ട് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം. ജോർദാനിലെ തന്ത്രപ്രധാനമായ അഖബ വിമാനത്താവളത്തിന് നേരെയും അൽ അസ്രഖ് വ്യോമസേനാ താവളത്തിന് നേരെയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഒരേ സമയം മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള ഈ കേന്ദ്രങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അത്യാധുനിക അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്കും താവളങ്ങൾക്കും ആക്രമണത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചതായി ഇറാൻ ഔദ്യോഗികമായി അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ഈ പെട്ടെന്നുള്ള സൈനിക നീക്കം വാഷിംഗ്ടണിനെയും തദ്ദേശീയ സഖ്യകക്ഷികളെയും ഒരേ സമയം ഞെട്ടിച്ചിരിക്കുകയാണ്. അഖബ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന അമേരിക്കയുടെ നിരവധി C-17 വൻകിട സൈനിക ചരക്കുകടത്ത് വിമാനങ്ങളും ബോയിംഗ് P-8 അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങളും തങ്ങളുടെ മിസൈൽ വർഷത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നുവെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക നീക്കങ്ങൾക്കും ഇന്റലിജൻസ് ശേഖരണത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിമാനങ്ങളെ തന്നെ ഇറാൻ ലക്ഷ്യമിട്ടു എന്നത് അവരുടെ തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അഖബയിലെ ആക്രമണത്തിന് പുറമെ ജോർദാനിലെ തന്ത്രപ്രധാനമായ മുവാഫഖ് സ്റ്റാൽത്തി വ്യോമസേനാ താവളത്തിന് നേരെയും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇവിടെ അമേരിക്കൻ സൈന്യം തങ്ങളുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന 20ഓളം കൂട്ടിംഗ് ഹാങ്ങറുകൾ തങ്ങൾ പൂർണ്ണമായി തകർത്തതായാണ് IRGC അവകാശപ്പെടുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത പ്രതിരോധ നിരയെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകളാണ് ഈ ആക്രമണത്തിനായി ഇറാൻ ഉപയോഗിച്ചതെന്നാണ് സൂചന. ഇതിനോടകം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ ഈ സംഭവം വലിയൊരു തീകൊളുത്തലാണ് നടത്തിയത്. ഈ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷിയായ ജോർദാനിൽ സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളെ കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ഇറാൻ എങ്ങനെയോ ചോർന്നു കിട്ടിയെന്ന സംശയവും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. അമേരിക്കൻ സഖ്യകക്ഷികളിൽപ്പെട്ട ആരെങ്കിലുമാണോ വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്ന സംശയവും ഉണ്ട്. അഖബയിലെയും അൽ അസ്രഖിലെയും മിസൈൽ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു വ്യോമാക്രമണ വിജയം കൂടി ഇറാൻ പുറത്തുവിട്ടു. പടിഞ്ഞാറൻ ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ചു പറന്ന അമേരിക്കയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണായ MQ-9 റീപ്പർ തങ്ങളുടെ എയ്റോസ്പേസ് ഫോഴ്സ് വിജയകരമായി വെടിവെച്ചിട്ടതായി ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതും ലോകത്തിലെ ഏറ്റവും മികച്ച നിരീക്ഷണ ആക്രമണ ഡ്രോണുകളിൽ ഒന്നായതുമായ റീപ്പർ ഡ്രോൺ തകർത്തത് അമേരിക്കയുടെ നിരീക്ഷണ ശൃംഖലക്കേറ്റ വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഇറാന്റെ ഈ വൻ അവകാശവാദങ്ങളെ അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചോ വിമാനങ്ങൾ തകർന്നതിനെ കുറിച്ചോ അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണോ ജോർദാൻ ഭരണകൂടമോ ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും സൈനികരുടെ മനോവീര്യം നിലനിർത്താനും വേണ്ടി നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ അമേരിക്ക മറച്ചുവെക്കുകയാണെന്നാണ് ഇറാൻ അനുകൂല മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള ജോർദാനിലെ US താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ഇസ്രയേലിനെയും കടുത്ത ആശങ്കയിലായിട്ടുണ്ട്. തങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഏത് നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ഇസ്രയേൽ അതിർത്തിയിൽ അമേരിക്ക ഒരുക്കിയിരുന്ന പ്രതിരോധ കവചമാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ജോർദാനിലെ അതീവ സുരക്ഷിതമായ US താവളങ്ങളിലേക്ക് ഇത്ര കൃത്യതയോടെ പതിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് മേഖലയിലെ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത പ്രകോപനം വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വൈറ്റ് ഹൌസ് വൃത്തങ്ങളെയും സൈനിക മേധാവികളും അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. തങ്ങളുടെ അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും തകർക്കപ്പെട്ടു എന്ന ഇറാന്റെ അവകാശവാദം പൂർണ്ണമായും സത്യമാണെങ്കിൽ വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടി ഉണ്ടായേക്കാം. ഇത് മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കും. ആഗോള നയതന്ത്ര രംഗത്തും ഈ സംഭവം വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നേരിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു എന്നത് ഇറാന്റെ കടുത്ത യുദ്ധസന്നദ്ധതയാണ് കാണിക്കുന്നത്. ലോകരാജ്യങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും തങ്ങളുടെ സൈനിക ശേഷി പരസ്യമായി പ്രകടിപ്പിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ ആർജവം മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കിടയിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം കുറയ്ക്കാനിടയാക്കും. അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ പോലുള്ള വിമാനങ്ങൾ സൈനികരെയും കനത്ത ആയുധങ്ങളെയും യുദ്ധമേഖലകളിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ്.
അതുപോലെ P-8 പൊസൈഡൻ വിമാനങ്ങൾ അന്തർവാഹിനികളെയും കപ്പലുകളെയും നിരീക്ഷിക്കുന്നതിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളവയാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളും തകർക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത് ആഗോളതലത്തിൽ തന്നെ കപ്പൽ വ്യോമഗതാഗത മേഖലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഈ ആക്രമണത്തിലൂടെ തങ്ങളുടെ ശത്രുക്കൾക്ക് വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. തങ്ങളുടെ അതിർത്തികൾക്ക് നേരെ ഉണ്ടാക്കുന്ന ഏത് നിരീക്ഷണ ശ്രമങ്ങളെയും കർശനമായി നേരിടുമെന്നും തങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ശക്തികളുടെ താവളങ്ങൾ എവിടെയാണെങ്കിലും അവ തകർക്കാൻ തങ്ങൾക്ക് മടിയുണ്ടാക്കില്ലെന്നുമാണ് ടെഹ്റാൻ തെളിയിച്ചത്. ഇത് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി ഇടപെടാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. സാമ്പത്തിക വിപണിയിലും ഈ സംഘർഷം വലിയ തോതിൽ നിഴലിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധാവസ്ഥ രൂക്ഷമാക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില കുതിച്ചുയരാനും കാരണമായേക്കാം. വിമാനത്താവളങ്ങളും ചരക്കുനീക്ക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നത് ആഗോള വ്യാപാര ശൃംഖലയെ വലിയ രീതിയിൽ ബാധിക്കും. ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ട സംഭവവും മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു വലിയ സ്ഫോടനത്തിന്റെ അരികിൽ എത്തിച്ചിരിക്കുകയാണ്. ഇരു വിഭാഗവും തങ്ങളുടെ സൈനിക ശക്തി പരമാവധി പുറത്തെടുക്കാൻ തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന നീക്കങ്ങൾ ലോക സമാധാനത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായി മാറിയേക്കാം.